ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളെ ഇന്നലത്തെ ഇതിന് മുന്നത്തെ ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കൊച്ചിക്ക് പെരുമ്പാവൂർ വെച്ചിട്ടാണ് നമ്മൾ ജയ്ഭാരതിൽ വെച്ചിട്ടാണ് ഓട്ടോ ഷോ നടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് രാവിലെ ഏകദേശം ഇറങ്ങി ഇനിയിപ്പോ ഫുഡൊക്കെ ഒന്ന് കഴിക്കാനുണ്ട്. ഏകദേശം നമ്മളെ BM, അതുപോലെ തന്നെ ഒരു 6 സീരീസ്, ഒരു മഞ്ഞ BM, പിന്നെ വരുന്നത് നമ്മളെ മസ്താങ്. അപ്പൊ 3 വണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം. ബാക്കി പിന്നെ അവിടെ നിന്ന് എല്ലാവരും മീറ്റ് ഒക്കെ ചെയ്തിട്ട് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് കാണാനാണ് പ്ലാന്. അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോസ് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വണ്ടി എടുത്തിട്ടാ. നമ്മളെ 2 വണ്ടി അപ്പുറത്തതാ മഞ്ഞ BM അതാ എടുക്കണം. ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. ചെക്കന്മാരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുള്ള പരിപാടി. ഇവിടുന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ആ സമയമാകുമ്പോഴത്തേനും അവിടെ എത്തണം. നല്ല ചൂടാണ്, ക്ലൈമറ്റ് വളരെ സീനാണ്. എടാ എന്റെ ഗ്ലാസ് ഇതിലുണ്ടായിരുന്നോ വണ്ടിയിൽ? നമ്മളിന്നലെ റീകവറി ഇറക്കിയപ്പോ ഒന്ന് ചെറുതായിട്ട് ലിപ്പിന്റെ ഭാഗം ഒന്നും ഇതായില്ല. ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതാണ് ഈ സീനും കാര്യങ്ങളൊന്നും ഇല്ല. റീകവറി ഒരു ഓൾഡ് മോഡൽ ആയതുകൊണ്ടാണ് ആ ഒരു പണി കിട്ടിയത്. കാണിച്ചു തരാം, പൊട്ടിച്ചോണ്ടിരിക്കട്ടോ. അതെ, ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഇതിന് ടയർ പോർച്ചും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു പൊങ്ങണം തന്നെ കംപ്രസർ ഓണാക്കണം. അതെ, ആണ് സെറ്റായി കേട്ടോ. ഒക്കെ ഇട്ടിട്ട് വേണം എന്തായാലും കംപ്ലീറ്റ് ഒന്ന് വാഷ് ചെയ്യണം. ആ കോളത്തിലായി ആക്കുമ്പോൾ ജോലിയാണ്ടേ. വണ്ടിയൊക്കെ എടുത്ത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കൊടുന്ന് ഇറങ്ങാട്ടാ. അതൊക്കെ നമ്മളെ ഷെമി വന്നിട്ടുണ്ട്, ഹയാബൂസ. ഞങ്ങൾ ഒരുമിച്ച് കയറുന്നു. അപ്പൊ നമ്മളെ ഡോഡ്ജും ഇതുപോലെ തന്നെ നമ്മളെ കൂടുതലുണ്ട്. അവര് വേറെ സ്ഥലത്താണ് റൂം എടുത്തിരിക്കുന്നത്. ഇതാണ് എൻട്രൻസ് തോന്നുന്നുണ്ടോ കോളേജിന്റെ. നമ്മളെ ഡോഡ്ജ് അവിടെ എത്തിയിട്ടുണ്ട്, ചാർജർ. പക്ഷെ അത് കയറിയിരിക്കണം. നമുക്കിനി കയറാനുള്ള പരിപാടി നോക്കാം. ആ വണ്ടി അവിടെ എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് സെറ്റ് ചെയ്യാനാണ് പ്ലാന്. ഇത് പോളി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേട്ടോ, എഞ്ചിനീയറിംഗ് കോളേജ് കേട്ടോ. എന്തായാലും വൻ ക്രൗഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. അവിടെ കേരളന്ന് പറയും കേട്ടില്ല. വണ്ടി പുറത്ത് ജോജിക്ക് വന്നതിന് ശേഷം പോകുള്ളൂ. ഫ്രണ്ടില്ല നാട്ടിലത്തെ കറക്റ്റ് ഇപ്പണല്ലേ പെരുമ്പാവൂരില്ലേ? പെരുമ്പാവൂര് ആ കേട്ടോ. അടുത്ത ആൾക്കാർ കുറച്ച് സീനാണ് സൗണ്ടില്. വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതാ നമ്മളെ ചെക്കൻ വരുന്നുണ്ട്, ഹരിക്കുട്ടൻ, ഹരിയണ്ണൻ. ഹരിയണ്ണനോടെ ആദ്യം കൊടുക്കുക. അങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ട് കേറുന്നുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ നമ്മളെ BM അതുപോലെ തന്നെ 6 സീരീസ് ഒക്കെ കയറ്റിക്കൊണ്ട് കേട്ടാ. ഫ്രണ്ടിലാണ് ഡോഡ്ജ് കയറിയിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ വണ്ടി ഇത് കഴിഞ്ഞിട്ട് കയറ്റണം. ഇപ്പൊ ജോജി വരുന്നുണ്ട്, ഓന്റെ വേന്നാ പറഞ്ഞത്, ഗസ്റ്റ് ആയിട്ടാണ്. അപ്പൊ മൊത്തം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. പല നമ്മളെ എൻട്രി കയറിട്ടാ. അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ നമ്മളെ ജോജി ഉണ്ട് കേട്ടോ. ജോജി ഡിഫൻഡിലാണ് വന്നിട്ടുള്ളത്. ഒന്നുമില്ല.
ഇതിനെക്കാട്ടി വൃത്തി ഇതേപോലെ എൻട്രി അടിച്ച് കയറുന്ന സ്പോട്ടിലിട്ട് അടിച്ചു നോക്കാം. സ്പോട്ടിലടിക്കുമ്പോ ഗിയർ ഷിഫ്റ്റിംഗ് ഇല്ലല്ലോ, ഓട്ടോമാറ്റിക് ഇല്ലല്ലോ. സ്പോട്ടിലടിക്കുമ്പോ ഗിയർ ഷിഫ്റ്റിംഗ് ഇല്ലല്ലോ, ഓട്ടോമാറ്റിക് ഇല്ലല്ലോ. പോരാ വണ്ടി എടുക്ക്.
നോക്കിട്ടോ. ഇതില് നമ്മള് കോളേജിന്റെ ക്യാമ്പസിൽ കംപ്ലീറ്റ് കയറ്റി കേട്ടോ വണ്ടികളൊക്കെ. നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, നമ്മള് ഫ്ലൈ ഡോറും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് മസ്താങ്ങിന്റെ. ആ ഗ്ലാസ് തന്നോ? സൂപ്പറല്ലേ? യൂട്യൂബ് ആട്ടാ ഇതിനൊക്കെ ഉണ്ടാവും. അജോ ഹൗസ് ദ എക്സ്പീരിയൻസ്? ഞാൻ അയച്ചെടുക്കണ്ട്. അറി എങ്ങനെ ഫുള്ളടിക്ക് മറിച്ചടിക്ക് പോട്ടെ. അവിടെ മാറി കൊടുക്കട്ടോ. നീ ലെവലാക്കി ഇങ്ങോട്ട് വാ, ഫ്രണ്ട് വാ. ഓക്കെ മതി. എന്താണ് അർഷാദേ? മറിച്ചടിക്ക് ഇത് അങ്ങനെ പോയിക്കോട്ടെ. മറിച്ചാണ് ഇങ്ങനെ ഇടില്ല. ബൈക്ക് മാറ്റി ആ ലിപ്പ് വെച്ചാളാ.
അതൊന്നുമല്ല, നമ്മുടെ പല മാതാപിതാക്കളും നമ്മളെ പ്രതീക്ഷയാണ് ഇങ്ങോട്ട് വിടുന്നത്. അപ്പം സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ കൂട്ടുക, മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ സർട്ടിഫിക്കറ്റിനാണ് വാല്യൂ. ഈ വന്ന കാലത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതേപോലെയാണ് പിള്ളേർ കയറി വരുന്നത്. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുക. ഈ ഒരു രീതിയിലേക്ക് എന്നെ ക്ഷണിച്ച ഈ ഭാരത് മാത അല്ല സോറി ക്ഷമി ഓക്കെ ജയ് ഭാരത് കോളേജ്. അപ്പൊ നിങ്ങളോടെല്ലാം എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുവാണ്, നിങ്ങൾ അടിപൊളി പിള്ളേരാണ്, കിടിലൻ പിള്ളേരാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൂടെ എന്റെ കൂടെ നീതൂസ് അക്കാഡമി ചെയർമാൻ ഹരിസിക്കയുണ്ട്. ഹരിസിക്കുണ്ട് പോയോ? വയനാട്ടിലേക്ക് പ്രശ്നം നടന്നപ്പോഴത്തേക്ക് ഹരിസിക്ക 50 ലക്ഷം രൂപയുടെ ധനസഹായമാണ് നമ്മുടെ വയനാടിന് വേണ്ടി ചെയ്തത്. അതൊന്നും നമ്മൾ മറക്കരുത്. നിങ്ങളെല്ലാവരും ക്ലാപ്പ് ചെയ്യണം. കാരണം പുള്ളി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ പിള്ളേർ അടിപൊളി പിള്ളേരാണ്, വാ നമുക്ക് ഓട്ടോ ഷോ കാണാൻ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് തന്നെയാണ് പുള്ളി എന്ന് പറഞ്ഞു. അതേ ചോദിച്ചു, നമ്മൾ ചോദിച്ചു പറഞ്ഞ പോലെ തന്നെ കിടിലൻ പിള്ളേരാണ്. സന്തോഷം ഈ ഒരു വേദിയില് ഹരിസിക്ക, നൗഫല്, പിന്നെ മുഫ്ലി ബ്രോ എല്ലാരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഓക്കെ, അടുത്ത വർഷം ഇതിലും കിട്ടുന്ന പരിപാടിയായിട്ട് നിങ്ങൾ ഓരോ പ്രോഗ്രാം മുന്നോട്ട് പോകട്ടെ. ഓക്കെ, താങ്ക് യു. ഇനി നമ്മളോട് നൗഫലിക്ക രണ്ടുപേർക്ക് സംസാരിക്കുന്നതാണ്. വരുമ്പോ ഇത്ര സപ്പോർട്ടൊന്നും കരുതിട്ടല്ല വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നു കഴിഞ്ഞ ഭാഗം ഞെട്ടി. എന്തായാലും എല്ലാവർക്കും വണ്ടിപ്രാന്തന്മാർക്ക് എല്ലാവർക്കും താങ്ക്സ്. പഠിച്ചോ?
വണ്ടി കയറും. എല്ലാ വണ്ടിയും കയറുകയും ചെയ്യും, ആ. പൊളിക്കുകയും ചെയ്യും, ആ വേറൊരു സാധനം ചെയ്യാനും പറ്റും. എന്തൊക്കെ ഐറ്റംസ് എന്തൊക്കെ ആൾക്കാർ വന്ന് പല- പപ്പടം പൊട്ടിക്കുന്ന എന്താണല്ല എന്ത് ചെയ്യാനാണെന്ന് നോക്കിയേ. പല ഉണ്ടകളും വരും അറിയുന്നത് ഞങ്ങൾക്കല്ലേ പ്രശ്നം. അപ്പൊ അത് മാത്രല്ല പിള്ളേർക്കും ആർക്കും വിഷൂല. അതെ എന്ത് വന്നാലും അവരവരെ നോക്കിക്കോളും. അതെ അതെ അതില് ഇവിടെ പലതും സംഭവിക്കും പറഞ്ഞേ, ആ. ഒന്നും സംഭവിക്കാൻ പറ്റിയില്ല. സംഭവിച്ചില്ലേ? സംഭവിച്ചാ ഇല്ല സംഭവിക്കൂല. അതെ അതെ എല്ലാം സംഭവിക്കാൻ പോണതും അതെ. ഇനിയും അടുത്ത സംഭവം പരിപാടി. ഇനിയും അടുത്ത പരിപാടി. കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് വണ്ടി എടുത്തിട്ട്